വെറൈറ്റി ആയിട്ടുള്ള പൊട്ടറ്റോ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. എത്രത്തോളം തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇനി ഇത് നീളത്തിലൊന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നീളത്തിൽ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതുപോലെ എല്ലാം നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്ര തിന്നായിട്ടാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, എത്രത്തോളം തിന്നായിട്ട് എടുക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാനിവിടെ 2 വെള്ളത്തിൽ മാത്രമാണ് കഴുകിയെടുക്കുന്നത്. ഒത്തിരി സ്റ്റാർച്ച് ഒന്നും ഉണ്ടായിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാനിവിടെ 2 വെള്ളത്തിൽ മാത്രമേ കഴുകിയെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതിലുള്ള വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് ഊറ്റിക്കളയണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയാണ്. പച്ചമുളക് ഓപ്ഷണലാണ്. നല്ല എരിവ് വേണ്ടാന്നാണെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. കാരണം കുറച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത് കൊണ്ട് തന്നെ പച്ചമുളക് ചേർത്തിട്ട് കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലയെന്നാണെങ്കിൽ ആരും ഉണ്ടാക്കാതൊന്നും ഇരിക്കണ്ട, അരിപ്പൊടി എടുത്താൽ മതി. ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതൊരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി വെള്ളം ഉണ്ടാകാൻ പാടില്ല. അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ച് മൈദയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒട്ടിക്കിടക്കുന്ന പോലെ കിട്ടണം. നമുക്കിതിങ്ങനെ പിടിച്ചിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഈ സമയത്ത് ഞാനിവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇതിങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇത് ഉരുളക്കിഴങ്ങാണല്ലോ, കുറച്ച് സമയം എടുക്കും ഇത് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഒത്തിരി കൂട്ടി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പുറം ഭാഗമൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് ഫ്രൈ ആയതുപോലെ തോന്നും. എന്നാൽ ഉള്ളിൽ ശരിക്കും ഫ്രൈ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് കുറച്ച് സമയം എടുത്തിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രമേ മറിച്ചിടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ വിട്ടുപോകും. അപ്പോൾ ഇതാ 2-3 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ബേസൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ടാവും. ഇനി വിട്ടുപോകുന്നില്ല. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടാണ് വേണ്ടതെങ്കിൽ കുറച്ചധികം സമയം ഫ്രൈ ചെയ്തെടുക്കണം. അതല്ലാന്നാണെങ്കിൽ നമുക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പം എണ്ണയിൽ നിന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇതിപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ വേണമെങ്കിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഓരോ നമുക്കിനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ എണ്ണ കുടിക്കൊന്നുമില്ല. കണ്ടല്ലോ, ഫുള്ള് ഡ്രൈ ആയിട്ട് തന്നെയാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എടുത്തിട്ടില്ല, എണ്ണ അത്ര തന്നെ അതിൽ തന്നെ ഉണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ പൊട്ടാറ്റോ സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ ഇതുപോലെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളി രുചിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല മധുരമുള്ള കട്ടൻ ചായയും ഈ ഒരു പൊട്ടാറ്റോ സ്നാക്കൊക്കെ ഇതുപോലെ കെച്ചപ്പൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ എത്രത്തോളം ക്രിസ്പിയാണെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. കണ്ടല്ലോ, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസ് മാത്രമല്ല ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയൊന്ന് കൊടുത്ത് നോക്കുക. അവർ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിട്ടുപോകല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.